ഹലോ എവ്രി വൺ. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം കൊച്ചി മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ദാ കാണുന്നതാണ് വാട്ടർ മെട്രോ സ്റ്റേഷൻ. 40 രൂപ ടിക്കറ്റ് എടുത്താൽ നമുക്ക് കൊച്ചി കായലിലൂടെ കറങ്ങാം. തൽക്കാലം നമ്മൾ അങ്ങോട്ടേക്കില്ല, നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവിലെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഈ കാണുന്നത് സാഗർ റാണി ബോട്ടാണ് കേട്ടോ. നമുക്ക് ഉൾക്കടലിലെ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൽ യാത്ര ചെയ്ത് കാണാം. ടിക്കറ്റ് റേറ്റ് ഏകദേശം 350, 600 ആ റേറ്റിലൊക്കെ വരുമെന്ന് തോന്നുന്നു. കടലിലൂടെ ഒരു യാത്ര കുതിക്കാത്തവരായിട്ട് ആരാ ഉള്ളത്? സഞ്ചാരികളുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് വ്യത്യസ്തമായ ബോട്ടുകൾ മറൈൻ ഡ്രൈവിലുണ്ട്. മറൈൻ ഡ്രൈവിൽ നിന്നാണ് എല്ലാ ബോട്ടുകളും പുറപ്പെടുന്നത്. കൊച്ചി കായലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മറൈൻ ഡ്രൈവ് പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കും പറ്റിയ സ്ഥലമാണ്. കൊച്ചി നഗരത്തിലെ തിരക്കുകൾക്കിടയിലെ ആശ്വാസമാണ് മറൈൻ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം. കായൽക്കാറ്റേറ്റ് കായലോളങ്ങളുടെ സൗന്ദര്യവും സൂര്യാസ്തമയവും കണ്ട് മറൈൻ ഡ്രൈവിലൂടെ സായാഹ്ന സവാരി നടത്താൻ മനോഹരമായ ഒരു അനുഭവമായിരിക്കും. സന്ധ്യാസമയത്താണ് കാഴ്ചകൾ കാണാൻ ഏറെ സുന്ദരം. നമ്മൾ നേരത്തെ കണ്ട സാഗർ റാണി ബോട്ട് പോലെ തന്നെ ഇവിടെ വേറെയും അധികം ബോട്ടുകൾ സവാരി നടത്തുന്നുണ്ട് കേട്ടോ. അറബിക്കടലിന്റെ തീരത്തായി കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് ഈ കായൽ തീരം തന്നെയാണ്. കപ്പലുകളും കണ്ടെയ്നറുകളും ടെർമിനലുകളും ഒക്കെ കണ്ട് മറൈൻ ഡ്രൈവിൽ ഒരു ബോട്ട് സവാരിയാകാം. കൊച്ചിയിലെ ഈ മറൈൻ ഡ്രൈവ് APJ അബ്ദുൽ കലാം മാർഗ് എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കായലുകളിലൂടെയുള്ള 3 കിലോമീറ്റർ നീളമുള്ള ഒരു നടപ്പാതയാണിത്. കേരള ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് രാജേന്ദ്ര മൈതാനം വരെ നടപ്പാത തുടരുന്നു. നടപ്പാതയിൽ നിരവധി ബോട്ട് ജെട്ടികൾ നമുക്ക് കാണാം. കൊച്ചിയുടെ കായൽ പര്യവേഷണം ചെയ്യാൻ സ്പീഡ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ അല്ലെങ്കിൽ ആഡംബര ക്രൂയിസുകൾ എന്നിങ്ങനെ വ്യത്യസ്ത ബോട്ടുകളിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടുത്തെ ബോട്ട് സർവീസുകൾ നമ്മളെ ബോൾഗാട്ടി പാലസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി പാലസ് കൂടാതെ സമീപത്തുള്ള മറ്റ് ആകർഷണങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും. ഇവിടെ ഒരുപാട് സിനിമകളുടെ ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലെ ഒരു പ്രധാന ആകർഷണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് കേട്ടോ ഈ മറൈൻ ഡ്രൈവ്. പലയിടങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണിത്. അതുപോലെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ഇവിടെ ഉള്ളവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണല്ലോ അത്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ധാരാളം ആളുകൾ എത്താറുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് കൊച്ചു കൊച്ചു ഷോപ്പുകളും അതുപോലെ ഭക്ഷണശാലകളെല്ലാം ഉണ്ട്. കായൽ കാഴ്ച ആസ്വദിക്കാൻ മനോഹരമായ ഇരിപ്പിടങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് സുഹൃത്തുക്കളായും കുടുംബമായിട്ടൊക്കെ ഒഴിവുസമയം ചെലവഴിക്കാൻ പറ്റിയ ഇടമാണ്. പിന്നെ കപ്പിൾസിൻ്റെ കാര്യം പിന്നെ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഇഷ്ട സ്ഥലം കൂടിയാണ് ഇവിടം. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരുപാട് ലാൻഡ്മാർക്കുകളും സ്മാരകങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് റെയിൻബോ ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ. കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണെന്നാണ് ഇത് പറയുന്നത്. ഇത് രാത്രിയിലൊക്കെ ലേറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ. ഇവിടെ നിന്ന് നമുക്ക് വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ബോട്ട് സവാരിയുടെയൊക്കെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നല്ലൊരു കാറ്റാട്ടോ ഇവിടെ നിന്ന് കിട്ടുന്നത്. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.